വാ. Sharon, no! Please! No! Please! Sharon, please! No! Stop it, please! നീ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല. എന്താ ഒന്നും ചെയ്യാത്തെന്നറിയോ? നിന്നോട് എനിക്കിഷ്ടമാണ്, വളരെ വളരെ ഇഷ്ടമാണ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ ബാങ്കോക്കിൽ വന്നപ്പോൾ മുതലാണെന്നാണോ വിചാരിക്കുന്നത്? അതിനൊക്കെ മുമ്പാ. നിന്നെ ആദ്യം കണ്ടത് എവിടെ വെച്ചാന്നറിയോ? അന്നു മുതൽ ദിവസവും ഞാൻ നിന്റെ നിഴല് പോലെ എവിടെ പോയാലും അവിടെ എല്ലാം ഞാൻ എത്തിയിരുന്നു. എന്നിട്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് വന്നില്ല. ദൂരെ നിന്ന് നോക്കിക്കാണുക മാത്രമായിരുന്നു. നിന്നെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്, അറിയോ? നീയും എന്നെ കണ്ടിരുന്നു. നീ ഇങ്ങോട്ട് വരുന്നെന്നറിഞ്ഞപ്പോ എത്ര സന്തോഷിച്ചെന്നറിയോ ഞാൻ. എന്നാൽ നിന്റെ ബിഹേവിയർ കണ്ടപ്പോ എനിക്ക് നിന്നോട് ദേഷ്യമായി. ക്യാഷ് ഉണ്ടെന്നുള്ള നിന്റെ അഹങ്കാരത്തോട് എനിക്ക് വെറുപ്പായി. എന്നെ നീ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല. നിന്റെ ബിഹേവിയർ മാറ്റാൻ നോക്ക്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശീലിക്കുക. ഇതെനിക്ക് പറയാനുള്ളത്. സോറി. മോള് സൂപ്പ് കുടിക്കുന്ന ടൈം. മോളെ വല്ലാത്ത വിഷമമുണ്ടല്ലേ? അതെ സാർ. ഇനി പറയടാ. നന്നായി പ്ലാൻ ചെയ്ത് പണത്തിന് വേണ്ടി എന്നെ മോളെ കിഡ്നാപ്പ് ചെയ്തിട്ട് കള്ള വിഷമം കാണിച്ചു നിൽക്കുവല്ലടാ? ഇല്ല, ഞാൻ വളരെ നല്ലവനാണ്. നിങ്ങൾ എല്ലാവരും നല്ല മനുഷ്യൻ, ഞാൻ മാത്രമേ ഉള്ളൂ കുഴപ്പക്കാരനായിട്ട്. ശരി, ഡീൽ ഫൈനൽ ചെയ്തേക്കാം. പറ, എത്ര കോടി വേണം? എന്റെ മോളെ എനിക്ക് തിരിച്ചു തരാൻ എത്ര കോടി വേണം? പറ. എന്റെ പൊന്ന് സാറേ, ഞാൻ ആ കിഡ്നാപ്പ് ചെയ്തിട്ടില്ല. അത് ചെയ്തെങ്കിൽ അത് ശരണായിരിക്കും. അവൻ എന്തിനാണ് കിഡ്നാപ്പ് ചെയ്തത്? പണത്തിന് വേണ്ടി. അതിനു വേണ്ടി മനുഷ്യൻ എന്ത് വൃത്തിയാണ് കാണിക്കില്ലേ? പിന്നെ അവൻ നല്ലവനാണെന്ന് പറഞ്ഞോ? അങ്ങനെയാണെന്ന് വിചാരിച്ചു സാർ. നിന്നും സഞ്ജന, ഒന്ന് വന്നേ. Happy birthday. A small gift. How do you know? അറിയാം, നിന്നെക്കുറിച്ച് എല്ലാം അറിയാം. ജനുവരി 5 എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. നിനക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ ഈ ദിവസം നിന്റെ അമ്മ മരിച്ചത്. അതുകൊണ്ടാണ് നിന്റെ ഡാഡിക്ക് നിന്നോട് ഇത്ര ഇഷ്ടം. എന്താ അവനെ കുറിച്ച് പറഞ്ഞത്? നല്ലവനാണെന്നോ? അതെ സർ. അവൻ ആരാന്നറിയോ? 12 വർഷം ജയിലിൽ കിടന്നിട്ടുള്ളവനാ. ബോസ്റ്റൺ സ്കൂളിൽ പഠിച്ചവൻ. ക്രിമിനൽസിനെ കൊണ്ടുവന്ന് ബാങ്കോക്കിൽ ഗ്യാങ് ഉണ്ടാക്കാൻ നോക്കുന്ന. എനിക്ക് എല്ലാവരും ഡൗട്ടുണ്ട്. ഏത് ജയിലിൽ നിന്നാണ് നിങ്ങൾ വന്നത്? കണ്ണൂരിൽ നിന്ന് പൂരി പറയുന്നു. ലിസൺ, ഇമ്മീഡിയറ്റ് ആയി ഒരു ഹെലികോപ്റ്റർ ബുക്ക് ചെയ്യണം. സെർച്ച് എവറി ഇഞ്ച് ഓഫ് തായ്ലൻഡ്.
എന്താ എന്തുപറ്റി? ചിലപ്പോ അതിന്റെ ഡാഡി ആയിരിക്കും. ഇവിടെ നിന്ന് പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല ശരൺ. ഐ വാണ്ട് ടു മാരി യു. ബട്ട് നിന്നെ മാരി ചെയ്യാൻ എന്റെ ഡാഡി സമ്മതിക്കില്ല. പ്ലീസ് നമുക്ക് ഇവിടെ ജീവിക്കാം. പ്ലീസ് ശരൺ, പ്ലീസ്. നിന്നെ ഞാൻ സ്നേഹിച്ചെങ്കിലും നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നിന്നെ കണ്ടുകൊണ്ടിരിക്കണമെന്നല്ലാതെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. Why? ഇനിയെല്ലാം ഞാൻ നിന്നോട് പറയാം. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, പിന്നെ ഞാനും. അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി 12 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് അറിയുന്നത് അമ്മ മരിച്ചുപോയെന്ന്. ഇത്ര നാളും എൻ്റെ മനസ്സിൽ കിടന്നിരുന്ന ഒരേ ഒരു പക, മട്ടുബായ്. ജയിലിൽ വരുന്ന ഓരോ ക്രിമിനൽസിനോട് ഞാൻ ചോദിച്ചു, മട്ടുബായ് എവിടെയെന്ന്. മട്ടുബായ് എന്തിനാ അന്വേഷിക്കുന്നു? കൂടെ നടന്നെണ്ണ മട്ടുബായിയോടൊപ്പം. മട്ടുബായ് വലിയ ആളായി പോയെണ്ണ. മട്ടുബായുടെ റേഞ്ച് വേറെ. ഹോങ്കോങ്, ബാങ്കോക്ക്, മലേഷ്യ, സിംഗപ്പൂർ എല്ലായിടത്തും ഉണ്ട്. ഞാൻ ബാങ്കോക്കിലേക്ക് വന്നത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മട്ടുബായെ തേടിയ. അവൻ ഇവിടെ തന്നെയുണ്ട്. ഈ 12 വർഷം കൊണ്ട് ഒരുപാട് വളർന്നു. ബാങ്കോക്ക് ബേസ് ചെയ്താണ് അവൻ്റെ എല്ലാ ഓപ്പറേഷൻസും. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു. അവനൊരു മകൻ മാത്രമേ ഉള്ളൂ, ബീക്കു. അവൻ്റെ മകനിലൂടെയെങ്കിലും മട്ടുബായെ കണ്ടെത്താമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മട്ടുബായി ബാങ്കോക്കിലേക്ക് വരുന്നുണ്ടെന്ന്. കാത്തിരുന്നു ഞാൻ 18 ദിവസം ഉറക്കം പോലുമില്ലാതെ. ഒരു ദിവസം എനിക്ക് ആ ചാൻസ് വീണ് കിട്ടി. മട്ടുബായിയെ ഞാൻ കണ്ടു. Something you never seen before. And I dare a motherfucker that come in my face. I got something wrong. And I got it from home. And it ain't a microphone. And I dare a motherfucker to come in my face. It's so real. How I feel. It's this society that makes a nigga wanna kill. I'm just straight ill. Riding my motorcycle down the streets. What politicians? They sounding like strippers to me. They say it, but I wanna hear it. Oh baby, you want me? Oh baby, you want me? Oh baby, you want me? Well, you can just ആ ചാൻസ് അങ്ങനെ മിസ്സായിപ്പോയി. അത് കഴിഞ്ഞിട്ട് 2 മാസത്തോളമായി. അതിനുശേഷം മട്ടുബായി ബാങ്കോക്കിലേക്ക് വന്നിട്ടില്ല. അവൻ എപ്പോൾ വന്നാലും അത് ചാവാൻ വേണ്ടി മാത്രമാണ്. ആ അറ്റംപ്റ്റിൽ ഒരുപക്ഷെ ഞാനും മരിച്ചേക്കാം.
ഇല്ലെങ്കിൽ ജയിലിലേക്ക് തന്നെ മടങ്ങിപ്പോവും. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്ക് മറന്നേക്ക്. I can't see. Sharon.